മഴ കാരണം ബാക്കിയുള്ളവന് പുറത്തിറങ്ങാനും പറ്റൂല. അത് എന്തിനു മഴ? എൻ്റെ സ്വഭാവം ശരിക്കറിയില്ല. എൻ്റെ പഴയ സ്വഭാവം നിന്നിട്ടില്ല. കൊടുത്താൻ എഴുതി ഞാൻ നമ്മുടെ അടുത്ത് വേഷം കെട്ട് എടുക്കുന്നു. എന്തിട്ട് രാവിലെ നടക്കാൻ പോയപ്പോ എന്നോട് വിളിക്കാതെ? എന്നും നിന്നെ വിളിച്ചോണ്ട് പോകണം എങ്ങനെയാണ്? നിനക്ക് എഴുന്നേറ്റ് വന്നൂടെ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഡെയിലി ഞാൻ വിളിക്കാൻ പറ്റില്ലെന്ന്? അല്ല പിന്നെ എന്തിട്ട് കുഴപ്പമുള്ളതെന്ന് വെച്ചാ പുറത്ത് മഴ പെയ്തോണ്ടാണോ? നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശരിയല്ലടാ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ നമ്മുടെ ഗവൺമെന്റിനെയും സിസ്റ്റത്തിനെയും കുറ്റം പറയും. എന്നാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമോ? അതൊട്ട് ചെയ്യുകയുമില്ല. അവിടെയാണ് ഈ കുഴപ്പം. ഓരോരുത്തരും അവരുടേതായ കടമകൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ സമൂഹം നന്നാവും. സമൂഹം നന്നായാൽ രാജ്യം നന്നാവും. ഇതൊന്നും ചെയ്യാതെ അത് ചെയ്യുന്നവരെ കുറ്റം പറയുക, അതാണ് നമ്മുടെ നാടിന്റെ ഒരു രീതി. കറക്റ്റ്. കാര്യം എന്താണെന്നൊന്ന് എടാ, ഈ വൈദ്യുതി ജലം എന്ന് പറയുന്ന സാധനങ്ങൾ അമൂല്യമാണ്. ഇതൊന്നും പാഴാക്കി കളയരുതെന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോഴും കുറെ എണ്ണത്തിന്റെ തലേ കയറിയിട്ടില്ല. അപ്പൊ അവന്മാർക്കൊക്കെ വൈദ്യുതിയും ജലം കൊടുക്കരുത്. ഇരുട്ടി കിടന്ന് ഇവരൊക്കെ തപ്പി തടയണമെന്നാ ഞാൻ പറയുള്ളൂ. പാർവൈ കേട്ടല്ലോ കുഴിപ്രദേശം പറഞ്ഞത്. ഇനി മുതൽ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം പോവാൻ. വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കരുത്. എനിക്കറിയാം ചേട്ടാ, കുഴിപ്രദേശൻ എന്നും പറയാറുണ്ട്. യേശു, കൊച്ചുകുട്ടികളുടെ കാര്യം വിട്. കൊച്ചുകുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് 40-45 വയസ്സായവരോടൊക്കെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാടാ? അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നപ്പോ നമ്മളെ തോളത്ത് തട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അസഭ്യം പറയുക, ചീത്ത പറയുക, എങ്ങനെ സഹിക്കും? ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഇതിനെ കേട്ടല്ല തീരുമാനം ഉണ്ടാക്കി കൊടുത്താനായിരുന്നു. കറക്റ്റ് സംഭവം ഇനിയെങ്കിലും ഒന്ന് പറയും. എന്താ ഉണ്ടായി? എന്താ ഇത്? ആരാ? എന്താ? എടാ, ഞാൻ ഇവിടെ നിന്നും നടക്കാൻ ഇറങ്ങി. നേരെ ജംഗ്ഷനിൽ ചെന്നിട്ട് ഞാൻ ആ പാലച്ചോട് ഭാഗത്തേക്കാണ് വെച്ച് പിടിച്ചത്. അപ്പുറത്തുനിന്ന് കട്ടടിച്ചു വന്ന് ഇപ്പൊ അവിടെ റോഡ് പിന്നെ വീതി കൂട്ടിയിട്ടുണ്ടല്ലോ. വീതി കൂട്ടി. പക്ഷേ പോസ്റ്റുകളൊന്നും റോട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും റോഡിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ കാര്യം? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? ഇല്ല. എനിക്കതല്ലേ പണി. PWDയുടെയും KCBയുടെയും കോർഡിനേഷനിൽ വന്ന അപാകത ഇത് പറയുമ്പോഴാണ് കൊല്ലത്ത് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ കം ടു ദ പോയിന്റ്. പാലച്ചോട് പോയിട്ട് എന്തിനു പോയി? എന്താ ഉണ്ടായേ? പാലച്ചോട്. അങ്ങനെ ഞാൻ നടന്ന് ആ വളവ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അല്ല 4ാമത്തെ വീട്. 4ാമത്തെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോ ആ വീടിന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ സിറ്റ് ഔട്ടിൽ ട്യൂബ് ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. ഫാനും നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ഞാൻ അവിടെ ഒരു 10 മിനിറ്റ് നോക്കി നിന്നു. ഒരാളുമില്ല. ഇത് രണ്ടും കത്തിക്കിടക്കണേ, വൈദ്യുതി പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മെല്ലെ ഗേറ്റ് തുറന്നിട്ടേക്കാണല്ലോ അകത്തേക്ക് കയറി. ഞാൻ വിളിച്ചു, ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അകത്തുനിന്നൊരു സ്ത്രീ കടന്നു വന്നു. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഈ ട്യൂബും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുക്കളയിൽ പോയിരുന്നൂടെ? ഇവിടെ ട്യൂബും ഫാനും ഇട്ടിട്ടാണോ നിങ്ങൾ അടുക്കളയിൽ പോയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ ഒരാവശ്യമില്ലാതെ എന്നെ ഊടുപാട് ചീത്ത പറഞ്ഞതാ. ഞാൻ എങ്ങനെ സഹിക്കും? ഇപ്പോഴും എന്റെ വിറയിൽ മാറിയിട്ടില്ല. നമ്മൾ നാട് നന്നാക്കാൻ നിൽക്കുമ്പോ നമ്മളെ തള്ളക്ക് വിളിക്കുക. എന്നിട്ട് അച്ഛൻ തിരിച്ചു വല്ലോം പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലടാ, ഞാൻ സംസ്കാരമുള്ളവനല്ലേ. പക്ഷേ ആ സ്ത്രീക്ക് യാതൊരു സംസ്കാരവും ഇല്ലട്ടാ. അച്ഛൻ എന്തിനാ അവരുടെ വീടിന്റെ അകത്തോട്ട് കയറി ചെന്നേ? ഗേറ്റിന്റെ വെളിയിൽ നിന്ന് സംസാരിച്ച പോരായിരുന്നാ? അത് മതിയായിരുന്നല്ലേ.